കുട്ടികളെ നമസ്കാരം. പ്രാവിന് കവിയിൽ പ്രതിപത്തി തോന്നാൻ കാരണമില്ല എന്ന് നാം അരിപ്പിറാവിലെ 13-ാമത്തെ ശ്ലോകത്തിൽ കണ്ടു കഴിഞ്ഞു. ഇനി 14-ാമത്തെ ശ്ലോകത്തിൽ പ്രാവ് ആതിഥ്യം സ്വീകരിക്കാതെ ഇരിക്കാൻ വേറെയും കാരണമുണ്ട് എന്ന് കവി വിശദീകരിക്കുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്ന് നോക്കാം. നരർമേന്മ നടിച്ച് ജന്തുഹിംസാകരമാം ജീവിതസങ്കരം മുതിർക്കെ പരപീഡപ്പെടാതെ നാൾ കഴിപ്പൂ ചിരമിസാധുഖഗങ്ങൾ ശാന്തഭൃത്യ. നരർ മേന്മ നടിച്ച് ജന്തുഹിംസാകരമാം ജീവിതസങ്കരം മുതിർക്കെ ഈ സാധുഖഗങ്ങൾ പരപീഡപ്പെടാതെ ശാന്തവൃത്യ നാൾ കഴിപ്പൂ എന്നാണ് ഇതിൻ്റെ അന്വയം. ഇതിൽ ഹിംസ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അത് ആ ഉപദ്രവത്തിൽ കൊല്ലലടക്കമുള്ള എല്ലാ സംഗതിയും വരും. പിന്നെ ജീവിതസങ്കരം പറഞ്ഞാൽ ജീവിതമാകുന്ന യുദ്ധം എന്നർത്ഥം. പിന്നെ മുതിർക്കെ, മുതിരുക എന്ന് പറഞ്ഞാൽ ഏർപ്പെടുക, ഉത്സാഹിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ മുതിർക്കുക എന്ന് പറഞ്ഞാൽ ഏർപ്പെടുത്തുക, ഉത്സാഹിപ്പിക്കുക എന്നൊക്കെ അർത്ഥം വരും. പിന്നെ ശാന്തവൃത്തിയ, വളരെ ശാന്തവൃത്തിയോടുകൂടി ആണ് ഇവരെ ഈ സാധു ഖഗങ്ങൾ, വളരെ സാധുക്കളായ ഖഗം എന്ന് പറഞ്ഞാൽ ആകാശത്തു കൂടെ സഞ്ചരിക്കുന്നത് പക്ഷി എന്നർത്ഥം. ഇതാണ് ചില വിഷമപദങ്ങളുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അർത്ഥം നോക്കാം. നരർ അതായത് മനുഷ്യർ, മേന്മ നടിച്ച്, യഥാർത്ഥത്തിൽ അത്ര മേന്മയില്ല, അതാണ് ഈ നടിക്കേണ്ടി വരുന്നത്. അപ്പോൾ താനാണ് കേമൻ, തനിക്ക് കേമത്വം കൂടും, തങ്ങളാണ് പ്രബലന്മാർ എന്നൊക്കെ വിചാരിച്ച് മറ്റുള്ള എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ ഹിംസിക്കും, ഉപദ്രവിക്കും. അവനെ കെട്ടിടുക, കൂട്ടിലിടുക, കൊല്ലുക ഒക്കെ ചെയ്യുന്നർത്ഥം. കാരണം നമുക്ക് ജീവിതസങ്കരം, ജീവിതമാകുന്ന യുദ്ധം, അതിൽ ഏർപ്പെടുത്തിയ ആ യുദ്ധത്തിൽ ജയിക്കണം. കാരണം കേമനായുമ്പോൾ ജയിക്കാതെ പറ്റില്ലല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നർത്ഥം. അങ്ങനെ ആണ് നമ്മുടെ മനുഷ്യന്മാരുടെ സ്ഥിതി. എന്നാൽ ഈ സാധു ഖഗങ്ങൾ, മറ്റേ ഈ പക്ഷികളാവട്ടെ, ഈ പ്രാവ് ആവട്ടെ, പരപീഡപ്പെടാതെ, പരപീഡ മറ്റുള്ളവർക്ക് പീഡ, അവർക്ക് ഒരു വിഷമം അത് പെടാതെ, അത് വന്ന് ഭവിക്കാതെ, അത് ഒരു തരത്തിലും മറ്റുള്ളവരെ ഉപദ്രവിക്കരുത് എന്നുള്ള വിചാരത്തോടു കൂടിയാണ് ശാന്തവൃത്തിയോടുകൂടി, വളരെ ശാന്തിയും സമാധാനവും കാക്ഷിച്ചു കൊണ്ടുള്ള ഈ സാധു ഖഗങ്ങൾ, ഈ വളരെ സാധുക്കളായിട്ടുള്ള ഈ പക്ഷികൾ, ആകാശത്തു കൂടെ സഞ്ചരിക്കുന്ന ഈ പക്ഷികൾ, ചിരം എപ്പോഴും എന്നും അങ്ങനെയാണ്, ജീവിതകാലം മുഴുവൻ അവരുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് അർത്ഥം. അത് അങ്ങനെയാണ് അവർ നാൾ കഴിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ വിരുദ്ധമാണ് ഈ പക്ഷികളുടെ സ്വഭാവം. അത് കാരണം ഈ മനുഷ്യൻ വിളിച്ചു കഴിഞ്ഞാൽ ഈ പക്ഷി ചെന്നോളണമെന്നില്ല, അവിടെ ചെല്ലാൻ ഇരിക്കാനാണ് സാധ്യത കൂടുതലെന്നർത്ഥം. അപ്പോൾ ചുരുക്കത്തിൽ താനാണ് കേമൻ എന്ന അഹന്തയോടുകൂടി മറ്റു ജീവജാലങ്ങളെ അകാരണമായി ഉപദ്രവിക്കുന്ന മനുഷ്യൻ്റെ സാമീപ്യം തന്നെ ഈ പരമശാന്ത പ്രകൃതമായിട്ടുള്ള പ്രാവ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിൽ, ആ പെരുമാറ്റത്തിൽ അത്ഭുതത്തിന് യാതൊരു അവകാശമില്ല എന്നാണ് കവി സമർത്ഥിക്കുന്നത്. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. നരർമേന്മ നടിച്ച്
ജന്തുഹിംസാകരമാം ജീവിത സങ്കരം മുതിർക്കെ പരപീഡപ്പെടാതെ നാൾ കഴിപ്പൂ ചിരമിസാധുഖഗങ്ങൾ ശാന്തവൃത്യ. കുട്ടികളെ, അതിഥി എന്തെങ്കിലും നീരസം നടിച്ച് പോവുകയാണെങ്കിൽ അതിൻ്റെ കാരണം ആതിഥേയൻ്റെ പെരുമാറ്റത്തിൻ്റെയോ സ്വഭാവത്തിൻ്റെയോ തകരാറ് മൂലമാണ് എന്ന് ആശ്വസിച്ച് പരമാവധി നല്ല നിലയിൽ അതിഥിയോട് പെരുമാറണം. നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ അന്യൻ പെരുമാറിയാൽ അത് നമ്മുടെ തെറ്റുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് കരുതിയാൽ അന്യന്മാരോട്, മറ്റുള്ളവരോട് അനാവശ്യമായുള്ള ഇഷ്ടക്കേട് ഉണ്ടാവാതെ കഴിക്കാൻ പറ്റും. ഈ ഒരു ഗുണപാഠം കൂടി നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് പഠിക്കാം. ബാക്കിയുള്ള വിവരങ്ങൾ അടുത്ത ദിവസമാവട്ടെ. എല്ലാവർക്കും നമസ്കാരം.